നമസ്കാരം. 24-ലെ റൂബിൻലാൽ മാപ്ര നിരോധിത വനമേഖലയിൽ അതിക്രമിച്ച് കയറിയതിന്റെ പേരിൽ അതിരപ്പള്ളി പോലീസ് തൂക്കിയെടുത്ത് അകത്തിടുകയും പിന്നാലെ കോടതി റിമാൻഡ് ചെയ്ത മാപ്ര. അതിനുശേഷം 24 ചാനലിൽ ഈ അറസ്റ്റ് നടന്നതിന് ശേഷം എന്തൊക്കെ ബിൽഡപ്പും എന്തൊക്കെ വെള്ളപൂശലുമായിരുന്നു റൂബിൻലാൽ എന്ന ആ മഹാനായ മാപ്രയെ കുറിച്ച് കൊടുത്തത്. അവിടുത്തെ ഫോറസ്റ്റുകാരെല്ലാം അഴിമതിക്കാർ, അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം മോശക്കാർ, പോലീസുകാരെന്ന് പറഞ്ഞാൽ അവർ അഴിമതിക്കാരാണ്. പക്ഷേ റൂബിൻലാൽ അയാൾ മഹാനാണ്. ശ്രീകണ്ഠൻ നായരും ഒപ്പം അദ്ദേഹത്തിന്റെ ഗുണ്ടയായിട്ട് കൊണ്ടു നടക്കുന്ന പൊൻകിരണം ഹാഷ്മിയും ചേർന്ന് ഒരു കഥാപ്രസംഗ പരമ്പര തന്നെ ഈ ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അത്രമാത്രം നിഷ്കളങ്കനും പ്രകൃതി സ്നേഹിയും അവിടുത്തെ പാവപ്പെട്ട ഊരുകളിലെ ആദിവാസികൾക്ക് വേണ്ടിയും ഒപ്പം ആ വനമേഖല സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന പ്രകൃതി സ്നേഹിയാണ്. മറ്റൊരു ചീഫ് വൈൽഡ് വാർഡൻ ആണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോ അത് കേട്ടാൽ. യഥാർത്ഥത്തിൽ ആ ഒരു വാക്കാണ് കറക്റ്റ്. ഒരു പാരലൽ വേൾഡ് എന്ന് പറയും. അതായത് ഇവിടെ നിയമവ്യവസ്ഥയും ഉദ്യോഗസ്ഥരെന്നും എനിക്ക് ഒരു വിഷയമേ അല്ല, ഞാനാണ് ഇവിടെ എല്ലാം. നരൻ എന്ന മോഹൻലാലിന്റെ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്, മുള്ളംകൊല്ലി വേലായുധൻ. ആ മുള്ളംകൊല്ലി എന്ന പ്രദേശത്തെ കിരീടം വയ്ക്കാത്ത രാജാവിനെ പോലെയാണ് ഈ വേലായുധൻ അരങ്ങുവാഴുന്നത്. അതുപോലെ ഒരു കഥാപാത്രമാണ് ഈ അതിരപ്പള്ളി മേഖലയിൽ ഇപ്പോ ശ്രീകണ്ഠൻ നായരും ഒപ്പം പൊൻകിരണം ഹാഷ്മിയും വെള്ള പൂശി വിട്ട റൂബിൻലാൽ എന്ന വ്യക്തി. എങ്ങനെയെന്നല്ലേ, നിങ്ങളെ 2-3 ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അതായത് റൂബിൻലാൽ എന്ന വ്യക്തി ഒരു പാരലൽ വേൾഡ് കിങ് ആയിട്ട് അതിരപ്പള്ളി വനമേഖലയിലെ ഉദ്യോഗസ്ഥരെ ഒന്നും വകവയ്ക്കാതെ തന്റെ തോന്നിവാസം നടത്തുകയാണ്. അതിന് അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുന്ന ഒരൊറ്റ കാര്യം, എന്റെ കയ്യിൽ ഒരു മാപ്ര കോലുണ്ട്, അതിനപ്പുറത്തേക്ക് മറ്റ് യാതൊരു ഡെസിഗ്നേഷനും ഇല്ല, ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക ലേഖകനാണ്. ഈ ശ്രീകണ്ഠൻ നായരുടെ വലിയ പ്രഭാഷണ പരമ്പരയൊക്കെ കാണുമ്പോൾ ഇത്ര മഹാനായിട്ടുള്ള പ്രകൃതി സ്നേഹിയും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണെങ്കിൽ, ഇത്ര മഹാനായ റിപ്പോർട്ടറാണെങ്കിൽ എന്തുകൊണ്ട് 24 ചാനലിൽ ഒരു റിപ്പോർട്ടറായിട്ട് അയാൾക്ക് ജോലി കൊടുത്തില്ല? ഈ ഒരു ചോദ്യം അവിടെ നിൽക്കട്ടെ. ആ ജോലി കൊടുക്കാതെ ഇപ്പോ ഈ പറയുന്ന കാര്യം അദ്ദേഹത്തെ അവിടെ റിസ്കി വിഷ്വൽ എടുക്കാൻ പറഞ്ഞു വിട്ടതാണ്. അവിടുത്തെ ഫോറസ്റ്റുകാരെ ഒന്നും വകവയ്ക്കേണ്ട, 24-ന്റെ കോള് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ എവിടെയും കയറി പോകാം, അത് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന രീതിയിൽ അനുമതി കൊടുത്തു വിട്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു 2-3 ദൃശ്യം കാട്ടിത്തരാൻ പോവുകയാണ്. എന്താണെന്നറിയോ? അതായത് എന്തായിരുന്നു ഇയാൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനം. നേരത്തെ പറഞ്ഞില്ലേ, ഈ മുള്ളംകൊല്ലി എന്ന് പറയുന്ന ആ സ്ഥലത്തെ വേലായുധനെ പോലെയായിരുന്നു. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാന റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, കാര്യം ഞാൻ ഇവിടുത്തെ ചീഫ് വൈൽഡ് വാർഡനാണ് എന്ന നിലയ്ക്ക് പോയി നിന്ന് ഷൂട്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ബൈക്ക് ഉൾപ്പെടെ ആ ആനയുടെ തൊട്ടടുത്ത് കൊണ്ട് വച്ചിട്ടതിന് ശേഷം ഷോ ഓഫ് നടത്തുന്ന ദൃശ്യം ഒന്ന് കണ്ടേ. ഹലോ ഐശ്വര്യ, റോട്ടിലെ ആന നിക്കണെന്ന് വിളിക്കുക. കണ്ടില്ലേ? ഈ അടുത്ത ദിവസമാണ് മുകേഷ് എന്ന് പറയുന്ന മാതൃഭൂമിയിലെ ഒരു ക്യാമറാമാൻ അടയായത് ആനയ്ക്ക്. എന്തുകൊണ്ട്? ഇതുപോലെ ഇടപെടൽ നടത്തിയത് കൊണ്ട്, നിർദ്ദേശങ്ങൾ മാനിക്കാതെ ചെന്ന് കയറിക്കൊടുത്ത് അപകടം ഇരന്നു വാങ്ങുന്ന അവസ്ഥയുണ്ടായി. ആ ഒരു സംഭവത്തിനെ പോലെ തന്നെ ആ ഒരു സംഭവത്തിന്റെ മറ്റൊരു മാതൃകയാണ്. അപകടം ഉണ്ടാകാത്തത് ആരുടെയോ ഭാഗ്യം, ഉണ്ടായിരുന്നെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വന്നേനെ. ഇനി ഒരു ദൃശ്യം കൂടിയുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടുത്ത് തട്ടിക്കയറുകയാണ്. അതായത് എനിക്ക് ഇഷ്ടമുള്ളതിലേക്ക് ചെയ്യും, അത് ചോദ്യം ചെയ്യാനോ അത് തടസ്സപ്പെടുത്താനോ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ആശാന്റെ ഹുങ്ക് ഇങ്ങനെയാണ്.
റോള് കളിക്കണ്ട ഇവിടെ കഴിഞ്ഞ ദിവസം ആന വന്ന് പടക്കം പൊട്ടിച്ച് കഴിഞ്ഞപ്പോ ഇവിടെ യൂട്യൂബുകാരും ഇവിടെയും തീർന്നില്ല ഈ മഹാന്റെ ലീലാവിലാസം. അതായത് പ്രകൃതി സ്നേഹിയായിട്ടുള്ള വ്യക്തിയാണ്, കാടിനു വേണ്ടി പോരാടുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരിൽ ഒരു RFO ആക്രമിച്ചതിന്റെ പേരിൽ ഒരു FIR ഉണ്ട്. അതായത് 1/12/2021 രജിസ്റ്റർ ചെയ്ത കേസാണ്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. അണ്ടർ സെക്ഷൻ 353, 332 ആൻഡ് 34 ഓഫ് IPC കേസ് ചാർജ് അണ്ടർ സെക്ഷൻ ദ കേസ് ഈസ് അണ്ടർ ട്രയൽ. ഈ കേസ് ഇപ്പോ എന്താണ്? ട്രയലിലാണ്, കോടതിയിൽ ട്രയലിൽ തുടരുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത ഡെൽറ്റോ എന്ന് പറയുന്ന RFO പിന്നീടും ഇദ്ദേഹം പിന്തുടർന്ന് അതിക്രമിക്കാൻ ശ്രമിച്ചു. എനിക്കെതിരെ നീ കേസ് കൊടുക്കൂടാ, ഈ മുള്ളംകൊല്ലി വേലായുധൻ ഇവിടെ അരങ്ങ് വാഴുമ്പോ, ഇവിടെ കിരീടം വയ്ക്കാത്ത രാജാവായിട്ട് വാഴുമ്പോ, ഈ കാട്ടിനകത്ത് മുള്ളംകൊല്ലി വേലായുധനെ പോലെ അതിരപ്പള്ളി റൂബിൻ ലാൽ അല്ലാതെ മറ്റൊരു രാജാവില്ല. ആ രാജാവിനെ തടയാനോ ചോദ്യം ചെയ്യാനോ പാടില്ല. അതിന്റെ പേരിലാണ് RFO ആയിട്ടുള്ള വ്യക്തിയെ അതിക്രമിച്ചതിന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പിന്നീട് 5/1/2003 ഇതേ വ്യക്തിയെ അദ്ദേഹം ഫാമിലിയായിട്ട് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ കുടുംബമായി കോയമ്പത്തൂരിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലാണ് ആ ഗുണ്ടായിസ് അരങ്ങേറിയത്. അതിന്റെ പേരിൽ വാൽപ്രി പോലീസ് സ്റ്റേഷനിൽ 5/2023 എന്ന പേരിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് IPC 307 വകുപ്പ് പ്രകാരം അദ്ദേഹം ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തെ തടഞ്ഞതിന്റെ പേരിൽ, ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ അദ്ദേഹം ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തെ തടഞ്ഞതിന്റെ പേരിൽ, ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ. ആ ഒരു ഗുണ്ടാപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന മാപ്രയാണ് ഇപ്പോ വെള്ള പൂശാൻ വേണ്ടി 24 ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കാര്യം 24ന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലോ എവിടെ എന്ത് ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ കണ്ഠൻ നായർ പറഞ്ഞ വാചകമുണ്ട്. അവിടെ കൂടെ കാട്ടുപന്നിയെ വണ്ടി ഇടിച്ചിടുന്നുണ്ട്. വണ്ടി ഇടിച്ചിട്ടതിന് ശേഷം ഇതിനെ മസാല പുരട്ടി അവരെല്ലാം കുശാലായിട്ട് നല്ലപോലെ രുചിക്കുന്നുണ്ട്. അത്രമാത്രം ടേസ്റ്റ് ആണ് ഈ കാട്ടുപന്നിക്കെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന്. ആ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ അന്വേഷണം നടത്തുന്നുണ്ടെന്ന്. ഇതൊക്കെ ഒരുതരം ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങളൊക്കെ ഒരുങ്ങിയിരുന്നു എന്നുള്ള കാര്യം. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. ഈ അടുത്ത ദിവസം മാതൃഭൂമിയിലെ ഒരു റിപ്പോർട്ടർക്കുണ്ടായ അതേ അവസ്ഥ, അതിരപ്പള്ളി കേന്ദ്രീകരിച്ച് ഒരു മാപ്രയാണെന്നുള്ള നിലയ്ക്ക് തനിക്ക് എല്ലാ അധികാരമുണ്ടെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പോലും ലംഘിച്ച് കാട്ടാനകളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക, വനത്തിനുള്ളിൽ പ്രവേശിക്കുക, തന്റെ തോന്നിവാസം നടത്തുക, അതിനകത്ത് അദ്ദേഹത്തിന് വേണ്ട ഇടപാടുകളെല്ലാം സ്വതന്ത്രമായി നടത്തുക. ഇത് നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ ഈ കോൽ ഉപയോഗിച്ചുകൊണ്ട് അവർക്കെതിരെ വ്യാജ വാർത്ത സൃഷ്ടിക്കും, വിവരാവകാശം കൊടുക്കും. ഇങ്ങനെ തിണ്ണമെടുക്ക് നടത്തുന്ന ചാലക്കുടിയിലെ ഒരു പ്രാദേശിക സ്ട്രിംഗർ മാത്രമാണ് ഈ പറയുന്ന റൂബിൻ ലാൽ. റൂബിൻ ലാലിനെ പ്രകൃതി സ്നേഹിയായിട്ടും മറ്റു പല പേരുകളിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആദിവാസി ഊരുകളിലൊക്കെ പോയി ചെയ്ത വാർത്തകൾ, അതൊക്കെ നല്ല കാര്യം തന്നെ ചെയ്ത് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് 24 അദ്ദേഹത്തിന് ചുള പോലെ എന്ത് ചെയ്തിട്ടുണ്ട്? പൈസയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തിപ്പെട്ടതൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം റൂബിൻ ലാൽ എന്നൊരു മഹാനായ റിപ്പോർട്ടർ ആയിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് 24ന്റെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടറായിട്ട് നിയമിച്ചേനെ. ഇപ്പോഴും സ്ട്രിംഗർഷിപ്പിൽ നിൽക്കുകയാണ്. പ്രാദേശിക ലേഖകൻ ചെയ്യുന്ന വാർത്തയ്ക്ക് ഒരു വിഹിതം കൊടുക്കും, അല്ലാതെ റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ ആനുകൂല്യവും കിട്ടാത്ത വ്യക്തി, അത്രയേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു വ്യക്തി കാട്ടിനകത്ത് കിടന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഭരിച്ച് കാട്ടിനകത്ത് തോന്നിവാസം നടത്തി വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ അതിക്രമിച്ച് കയറി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഉദ്യോഗസ്ഥൻ തടഞ്ഞു. ഉദ്യോഗസ്ഥന്റെ മെക്കിട്ട് കയറി അവർ കംപ്ലൈന്റ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തൂക്കിയെടുത്ത് അകത്തിട്ടു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാപ്രയ്ക്ക് ഇവിടെ പ്രത്യേക അധികാര പരിധി വല്ലതും ഉണ്ടോ? നിയമത്തിന് മുകളിലാണോ ഈ പറയുന്ന മാപ്രകൾ? അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അർഹിച്ചതാണ്, ചോദിച്ചു വാങ്ങിയതാണ്, ഇരന്നു വാങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവരെയൊക്കെ മഹാനായിട്ട് അങ്ങ് അവരോധിക്കുകയാണ്. എന്തിന്റെ പേരിൽ? 24ലെ അവിടത്തെ മാപ്രയാണ്. അയാൾക്ക് എന്തും ചെയ്യാം. അയാൾക്ക് അത് ചെയ്യാനുള്ള അധികാരം കിട്ടുന്നത് ഒരു കോല് കൈയിരിക്കുന്നതുകൊണ്ടാണ്. ആ കോലും വെച്ച് തെമ്മാടുത്തം കാണിച്ചാൽ ഇതുപോലെ തൂക്കിയെടുത്ത് അകത്തിടും. അതിന് പിന്നാലെ കോടതിയും ആ എടുത്ത നടപടിയെ ന്യായീകരിക്കും, സാധൂകരിക്കും. അതല്ലേ സംഭവിച്ചോളൂ. മോങ്ങലും കഥാപ്രസംഗവും ഒക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഈ നാട്ടിലെ കൊള്ളക്കാരെ, കൊള്ള സംഘാംഗങ്ങളെ, പിടിച്ചുപറിക്കാരെ, എന്ത് അഴിമതിയും കാണിക്കുന്നവർ, എന്ത് തോന്നിവാസവും കാണിക്കുന്നവർ, എന്ത് വൃത്തികേടും കാണിക്കുന്നവർ, ഇവരെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഓരോ ചാനലും തുടങ്ങിയിരുന്ന് കുറെ പേരെ
ചാവേറാളാക്കി അങ്ങ് വിട്ടിരിക്കുന്നത്. അവ അടയാവുന്നെങ്കിൽ അവന്റെ കുടുംബത്തിന് പോയി, അല്ലെങ്കിൽ അവൻ പോയി റിസ്ക് എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനും മെഴുകാനും ഇറങ്ങുന്നവരോട് പറയാനുള്ളത്, ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിയമവിരുദ്ധമായി നടത്തുകയാണെങ്കിൽ അത് ശ്രീ കണ്ഠൻ നായരാണെങ്കിലും തൂക്കിയെടുത്ത് അകത്തിടുന്നതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പോരൊക്കെ നടത്തുമ്പോഴും ഇല്ലാത്തതുണ്ടെന്ന് പറയുമ്പോഴും ഒരു നെറുകെട്ട വ്യക്തിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാ കള്ളങ്ങളും നിങ്ങൾക്ക് അങ്ങനെ മൂടി വെക്കാൻ പറ്റില്ല. സത്യം ഇങ്ങനെ നമ്മുടെ പൊൻകിരണം പറഞ്ഞതുപോലെ ചില സന്ദർഭങ്ങളിൽ പൊൻകിരണം പോലെ തന്നെ തെളിഞ്ഞു വരും. ഇതുപോലെ ഉടായിപ്പായിട്ടുള്ള റൂബിൻ ലാലിന്റെ മുഖം പോലെ കൊല്ലാൻ ശ്രമിച്ചു, തുണി ഉടുക്കാൻ സമ്മതിച്ചില്ല, അടിവസ്ത്രത്തിൽ നിർത്തിയിട്ടിരുന്നു. പല സഹതാപ കഥകൾക്കപ്പുറം ഒരു വലിയ പ്രശ്നക്കാരനാണ്. അതിരപ്പള്ളി മേഖലയിലെ ഫോറസ്റ്റുകാർക്ക് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു വലിയ ശല്യക്കാരനാണ് ഈ മാപ്ര എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോ കിട്ടിയ ഈ ശിക്ഷാ നടപടികൾ കണക്കായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ.